കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 11 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 22 തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന അതിജീവന യാത്രയ്ക്ക് അടിമാലി, രാജാക്കാട്, നെടുങ്കണ്ടം, കട്ടപ്പന എന്നിവിടങ്ങളിൽ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുക, കാർഷികോൽപ്പന്ന വിലത്തകർച്ച തടയുക, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് അതിജീവന യാത്ര നടക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് അടിമാലിയിൽ ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ സ്വീകരണം നൽകി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ താൽപര്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിന് സർക്കാരിന് കഴിയാത്തതുകൊണ്ടാണ് ജനം സമരം നടത്താൻ നിർബന്ധിതരാകുന്നതെന്ന് മോൺസിഞ്ഞൂർ ജോസ് പ്ലാച്ചിക്കൽ പറഞ്ഞു. മദ്യം വിറ്റും ലോട്ടറി വിറ്റും വാഹനങ്ങൾ പിടിച്ചും നാട് വളർത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലം തുറന്നടിച്ചു. കാർഷിക മേഖലയെ പടുത്തുയർത്താനും ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കാനും സർക്കാർ ശ്രദ്ധിക്കണമെന്നും നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ കർഷകർക്ക് അനുകൂല പ്രഖ്യാപനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വിവിധ കേന്ദ്രങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കൾ വിഷയാവതരണം നടത്തി. ഇടുക്കി രൂപത പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, രൂപത ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടവക്കണ്ടം തുടങ്ങി നിരവധി പേർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. കട്ടപ്പനയിൽ നടന്ന സമാപന സമ്മേളനം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം ചെയ്തു. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിടുകയും നടപ്പിലാക്കുകയും ചെയ്യാനുള്ള ഇച്ഛാശക്തി കാണിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് മോൺസിഞ്ഞൂർ ജോസ് കരിവേലിക്കൽ ആവശ്യപ്പെട്ടു. ഷെഗിന ന്യൂസ്, ഇടുക്കി.